ഹലോ ഗായ്സ്, ഇന്ന് പടവലങ്ങയിൽ ഈ കല്ല് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പം അച്ഛമ്മയോട് ചോദിച്ചപ്പോൾ അച്ഛമ്മ പറഞ്ഞു അത് നേരെ വളരാനായിട്ടാണെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു അത് നേരെ വളരാനാണെന്ന്. പിന്നെ ഇത് മുരിങ്ങയാണ്, ചെറുതാണ്. പിന്നെ പയർ ഒരെണ്ണം പറിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ പറിച്ചു. ആകെ ഒരെണ്ണം ഉള്ളായിരുന്നു, കാരണം ബാക്കി ഉണ്ടായിരുന്നതെല്ലാം പറിച്ച് തോരൻ വെച്ച് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ ഒരെണ്ണമേ കിട്ടിയുള്ളൂ. പിന്നെ ഇത് മറ്റേ വെണ്ടയ്ക്കയുടെ ആ കുഞ്ഞ് കാണത്, പയറിൻ്റെ പിഞ്ച് ആണത്. ഇത്ര നീളമുള്ളൂ, ഇച്ചിരി നീളമുള്ളൂ അതിന്. പിന്നെ ചീര എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ഇത് തക്കാളിയുടെ ആ പൂവാണത്, തക്കാളിപ്പൂവിൻ്റെ പൂവ്. പിന്നെ ഇത് മറ്റേ എന്നാ മുല്ലപ്പൂവിൻ്റെ ഇലയായിരുന്നു അത്. ഇനി ഇതാണ് നമ്മുടെ തോട്ടം. പിന്നെ ഇത് എന്നാ റംബൂട്ടാൻ്റെ മരമാണ്. ഇതാണ് റംബൂട്ടാന്, ആയില്ല, പിഞ്ചാണ്. പിന്നെ കോവയ്ക്ക പറിക്കാനായിട്ട് വന്നു. അച്ഛമ്മയോട് പറഞ്ഞിട്ട് ആ സൈഡിലാണ്, വീടിൻ്റെ ആ ഭിത്തിയുടെ സൈഡിലാണ് ഈ കോവയ്ക്കയെല്ലാം നിൽക്കുന്നത്. സോ കോവയ്ക്ക അച്ഛമ്മയോട് പറഞ്ഞ് പറിപ്പിച്ചു. ആകെ 2 കിട്ടിയുള്ളൂ, കാരണം ബാക്കിയെല്ലാം എടുത്തായിരുന്നു, നേരത്തെ പറിച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അതില്ലായിരുന്നു. പിന്നെ കുറേ മുളകും ഉണ്ട്. മുളക് അധികമൊന്നും പറിച്ചില്ല, ഒരെണ്ണേ പറിച്ചുള്ളൂ. പിന്നെ ഉള്ളതാണ് ചൂണ്ടങ്ങ എന്ന് പറയുന്നത്. ഇത് ചൂണ്ടങ്ങ തോരൻ വെച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇതാണ് ചൂണ്ടങ്ങ. നല്ല ടേസ്റ്റാണ് തോരൻ വെച്ച് കൂട്ടാൻ. അതിന് വെണ്ടയ്ക്ക പറിക്കാൻ ചിലപ്പോൾ എൻ്റെ കൈയാണെങ്കിൽ എന്തോ മുള്ളു പോലെ എന്തോ കൊണ്ടു. അതുകൊണ്ട് ഞാൻ പറിച്ചില്ല. അച്ഛനോട് പറഞ്ഞ് പറിപ്പിച്ചു. 2 കിട്ടി. അത് കഴിഞ്ഞ് ഒരു മെയിൻ സംഭവം വരുന്നുണ്ട്. എൻ്റെ കസിൻ പാട്ട് പാടുന്നതാണ്. ഇത്ര ഗാനഗന്ധർവനാണ്. നിങ്ങൾ ആ പാട്ടൊന്ന് കേട്ട് നോക്കുക ഗൈസ്.